നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. മുൻ IT സെക്രട്ടറി M ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി NIA വിട്ടയച്ചു. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ NIA നിർദ്ദേശിച്ചിട്ടില്ല. 2 പകൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശിവശങ്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. രണ്ടാം ദിവസം 10.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് M ശിവശങ്കറിനെ NIA വിട്ടയച്ചത്. രാവിലെ 10 മണിക്ക് ഹാജരായ ശിവശങ്കർ NIA ആസ്ഥാനത്തു നിന്നും ഇറങ്ങിയത് രാത്രി 8:30-ന്. പിന്നീട് സ്വന്തം കാറിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ആദ്യ ദിനം 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം കൊച്ചിയിൽ തുടരാനും ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാനും ആവശ്യപ്പെടുകയായിരുന്നു. NIA-യുടെ ദക്ഷിണ മേധാവി KB വന്ദനയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2 ദിവസങ്ങളിലായി 19.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യലിന് വിധേയമായത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിലേക്ക് എത്തുന്ന തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. പ്രതികളായ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ അറിയാമെന്നും എന്നാൽ സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നുമുള്ള മൊഴിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. ഇതോടെ കേസിൽ NIA വകുപ്പുകൾ ചുമത്താനുള്ള മൊഴികളോ തെളിവുകളോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശങ്ങളോ ഉപാധികളോ നൽകാതെയാണ് വിട്ടയച്ചിരിക്കുന്നത്. എങ്കിലും സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുന്ന മുറയ്ക്ക് വേണ്ടിവന്നാൽ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശിവശങ്കറിനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിൽ അസ്വാഭാവികതയില്ലെന്നും NIA നടപടികളിൽ നിയമപരമായി തെറ്റില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി. അല്ല, ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അറിയാനുണ്ടല്ലോ. ഓരോ സാക്ഷിയും, ഒരു സാക്ഷി മാത്രമല്ല, എല്ലാ സാക്ഷികളെയും ഒരു ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സാക്ഷിയെ കാണുന്നത് കൊണ്ട് മാത്രമാണ്, നമ്മൾ ഈ സാക്ഷിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ എത്ര ദിവസം, ബാക്കിയുള്ള സാധാരണക്കാരെയും ആളുകളെയും ചോദ്യം ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കേണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് കേസ് അന്വേഷണവുമായി അദ്ദേഹം പൂർണ്ണമായി സഹകരിക്കുമെന്നും ദീർഘമായ നടപടികൾ സ്വാഭാവികമാണെന്നുമായിരുന്നു അഭിഭാഷകന്റെ പ്രതികരണം. ന്യൂസ് 18 കൊച്ചി. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ NIA വിളിപ്പിക്കും. കേസിലെ പ്രധാന പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ശിവശങ്കറിനെ വിളിച്ചു വരുത്താനാണ് NIA ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് ആശ്വസിക്കാൻ വകയായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട 3 നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ശിവശങ്കറിനെ വീണ്ടും വിളിച്ചു വരുത്തും. അടുത്ത ചോദ്യം ചെയ്യലിന് മുമ്പ് സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങളുടെ പകർപ്പ് പരിശോധിക്കണം. സെക്രട്ടേറിയറ്റിലെ ശിവശങ്കറിന്റെ ഓഫീസിൽ പ്രതികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഈ പരിശോധന. ഇപ്പോൾ വിദേശത്തുള്ള ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് അടുത്ത നടപടി. ഏതെങ്കിലും തരത്തിൽ ഇയാളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്ന് ഉറപ്പാക്കണം. കേസിലെ കിങ് പിൻ എന്ന് വിശേഷിപ്പിക്കുന്ന KT റമീസിന്റെ ചോദ്യം ചെയ്യലിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങളും ശിവശങ്കറിന്റെ കാര്യത്തിൽ നിർണായകമാണ്. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശിവശങ്കർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. കേസിൽ കസ്റ്റംസും NIAയും തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എപ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത്? ഒപ്പം തന്നെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമെന്ന് പറയാൻ സാധിക്കുമോ? ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ നീക്കം? ഇന്നലെ അർദ്ധരാത്രിയാണ് M ശിവശങ്കർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത്. പൂജപ്പുരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് അദ്ദേഹം എത്തിയത്. ഇപ്പോഴും അവിടെ തന്നെയാണ് ശിവശങ്കർ ഉള്ളത്. സ്വർണ്ണക്കടത്ത് കേസുമായി നേരിട്ട് ശിവശങ്കറിനെ ബന്ധിപ്പിക്കാനുള്ള ശക്തമായ തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷവും അദ്ദേഹത്തെ വിട്ടയച്ചത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്നലെ മടങ്ങിയെത്തിയ ശേഷവും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആരായെങ്കിലും അദ്ദേഹം പതിവ് പോലെ പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഇല്ലാത്തൊരു സാഹചര്യം സർക്കാരിന് ആശ്വാസമാണ്. 3ാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷവും ഏതാണ്ട് 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും M ശിവശങ്കറിനെ വിട്ടയച്ചതിൽ സർക്കാരിന് ഏറെക്കുറെ ആശ്വസിക്കാം. അതേസമയം തുടർ നീക്കങ്ങൾ എന്താവും എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് റമീസിനെ അടക്കം ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നൽകിയ മൊഴികൾ NIA വിശദമായി പരിശോധിക്കുന്നു. ഈ മൊഴികൾ സത്യമാണോ എന്നൊരു പരിശോധന ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ മൊഴികളും മറ്റു പ്രതികളുടെ മൊഴികളുമായി താരതമ്യം ചെയ്യും. അതിലുള്ള വൈരുദ്ധ്യങ്ങൾ അടക്കം ഈ ശേഖരിക്കുകയും ചെയ്യും. വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാവും വീണ്ടും ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CCTV ദൃശ്യങ്ങളടക്കം സെക്രട്ടേറിയറ്റിലെ NIA ശേഖരിച്ചിട്ടുണ്ട്. ഇതിലും വിശദമായ പരിശോധന ഉണ്ടാവും. ഒരുപക്ഷെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമോ ശിവശങ്കർ നൽകിയ മൊഴികളിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടോ, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടോ, ഇതെല്ലാം പരിശോധിച്ച ശേഷമാവും വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് കൂടി ഒരുപക്ഷെ അദ്ദേഹത്തെ വിളിക്കും എന്ന സൂചനയും നൽകുന്നു. കേസിൽ ശിവശങ്കർ പ്രതിയാകുമോ സാക്ഷിയാകുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തുടർ നീക്കങ്ങൾ. ഏതായാലും സർക്കാരിന് വലിയ ആശ്വാസമാണ്. പക്ഷേ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇന്ന് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ
ജനകീയ അവിശ്വാസ പ്രമേയ ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിലൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. ശരി കാർത്തിക്. ശിവശങ്കറിന്റെ കാര്യത്തിൽ എൻഐയുടെ തുടർ നീക്കങ്ങളിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ആകാംക്ഷ. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറെ പ്രതി ചേർക്കില്ല എന്ന സൂചന സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. യുഡിഎഫിന്റെയും ബിജെപിയുടെയും ആരോപണങ്ങളെ ചെറുക്കാൻ ഇതോടെ ഇടത് ക്യാമ്പിന് കരുത്തേകും. എന്നാൽ സർക്കാരും ബിജെപിയും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം. 3 ഘട്ടങ്ങളിലായി 24 മണിക്കൂറിലേറെ നീണ്ട NIA ചോദ്യം ചെയ്യൽ, അതിനു മുന്നേ കസ്റ്റംസിന്റെ 9 മണിക്കൂർ ചോദ്യം ചെയ്യലും. ഇത്രയും ചോദ്യം ചെയ്തിട്ടും ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെടാത്തത് ശിവശങ്കറിനു മാത്രമല്ല സർക്കാരിനും തത്കാലത്തേക്കെങ്കിലും വലിയ ആശ്വാസമാവുകയാണ്. സർക്കാർ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞെങ്കിലും രാജ്യദ്രോഹ കേസിൽ ശിവശങ്കർ പ്രതിയാകുന്നത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയേനെ. പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കവും ശ്രദ്ധേയമാകും. BJPയും CPMും ഒത്തുകളിച്ച് ശിവശങ്കറെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി നേരത്തെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം മുൻകൂട്ടി കണ്ടായിരുന്നു ഇതെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഈ ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കും. മറുവശത്ത് BJP ആകട്ടെ ശിവശങ്കർ വിഷയത്തിൽ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോപ്പുകൂട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ NIA നീക്കങ്ങൾ BJPയും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച NIA നിഗമനങ്ങൾ കേരള രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായി മാറും. ന്യൂസ് 18 തിരുവനന്തപുരം. ജീവന്റെ വിലയുള്ള ജാഗ്രത. തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ഡൌൺ ഇളവുകളോടെ തുടരും. ഹോട്ടലുകൾക്ക് പാഴ്സൽ സർവീസിനായി തുടർന്ന് പ്രവർത്തിക്കാം. 50% യാത്രക്കാരുമായി ഓട്ടോ ടാക്സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗതവും അനുവദിക്കും. അതേസമയം തീരദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ലോക്ഡൌൺ അടുത്ത മാസം 6 വരെ തുടരും. തിരുവനന്തപുരത്ത് രോഗവ്യാപനം തീവ്രമായി തുടരുന്ന സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നീട്ടിയത്. എന്നാൽ ലോക്ഡൌണിലെ ഇളവുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് 3/1 ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാം. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 25% ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ടേക്ക് അവേ കൗണ്ടറുകളിലൂടെ ഭക്ഷണം പാഴ്സലായി വിതരണം ചെയ്യാം. എന്നാൽ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഹോം ഡെലിവറി സംവിധാനമുണ്ടാകും. 50% യാത്രക്കാരുമായി ഓട്ടോ ടാക്സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം അനുവദിക്കും. ഹൈപ്പർ മാർക്കറ്റ്, മാൾ, സലൂൺ, ബ്യൂട്ടി പാർലർ, സ്പാ എന്നിവ ഒഴികെയുള്ള എല്ലാ കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെ തുറന്നു പ്രവർത്തിക്കാം. വൈകിട്ട് 4 മുതൽ 6 വരെയുള്ള സമയത്തെ വിൽപ്പന മുതിർന്ന പൗരന്മാർക്കായി പരിമിതപ്പെടുത്തണം. മാർക്കറ്റുകളിൽ ആൾക്കൂട്ടം അനുവദിക്കില്ല. അതേസമയം തീരദേശ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ലോക്ഡൌൺ അടുത്ത മാസം 6 വരെ തുടരും. ഇടവ മുതൽ പൊഴിയൂർ വരെയുള്ള പ്രദേശങ്ങൾ 3 സോണുകളായി തിരിച്ചുകൊണ്ടാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇന്ന് ആന്റിജൻ പരിശോധന. മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പരിശോധന. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 6 രോഗികളുടെ നില അതീവ ഗുരുതരമാണ്. കോർപ്പറേഷൻ പരിധിയിലെ 28 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് ആന്റിജൻ പരിശോധന നടത്തും. ജില്ലയിൽ കൂടുതൽ സമ്പർക്ക വ്യാപന കേസുകൾ റിപ്പോർട്ട് ചെയ്ത വടക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോട്ടയത്ത് ചന്തകൾ കേന്ദ്രീകരിച്ചുള്ള രോഗവ്യാപനം രൂക്ഷമാകുന്നു. ഏറ്റുമാനൂരിന് പിന്നാലെ അതിരമ്പുഴയിലും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആശുപത്രികളിൽ ഗർഭിണികൾക്ക് രോഗമുണ്ടാകുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തവണ ചങ്ങനാശ്ശേരിയിലായിരുന്നു തുടക്കം. 70ഓളം പേർക്കാണ് ഇവിടെ രോഗമുണ്ടായത്. ഇതിന് പിന്നാലെ ഏറ്റുമാനൂരിൽ 45 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ അതിരമ്പുഴ ചന്തയിലും രോഗവ്യാപനം തുടങ്ങി. 6 പേർക്കാണ് രോഗം. ഏറ്റുമാനൂർ മത്സ്യമാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിക്ക് രോഗം വന്നതിനെ തുടർന്ന് മാർക്കറ്റ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ടും രോഗവ്യാപനമുണ്ടായത് നിരീക്ഷണത്തിലെ പോരായ്മയായാണ് വിലയിരുത്തുന്നത്. അതിഥി തൊഴിലാളികൾക്കിടയിലെ രോഗവ്യാപനം ശ്രദ്ധയിൽപ്പെട്ടതും വൈകിയാണ്. സ്വകാര്യ ചന്തയിൽ രോഗം വ്യാപിച്ചതിലെ വീഴ്ച കണ്ടെത്തിയ സ്ഥാപനങ്ങളുടെ ലൈസൻസ് നഗരസഭ റദ്ദാക്കി. ഏറ്റുമാനൂരിന് സമീപമുള്ള പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലസ്റ്ററിന് രൂപം നൽകിയിട്ടുള്ളത്. അതേസമയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിന് പിന്നാലെ ജില്ലാ ആശുപത്രിയിലും രോഗം റിപ്പോർട്ട് ചെയ്തതും ആശങ്കയായി തുടരുകയാണ്. ന്യൂസ് 18 കോട്ടയം. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് പിന്നാലെ മറ്റു പ്രദേശങ്ങളിൽ കൂടി രോഗവ്യാപനം. ചാലക്കുടി, കുന്നംകുളം, വടക്കാഞ്ചേരി ഭാഗങ്ങളിലും പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു.
തൃശൂരിൽ ഇതുവരെ 500 പേർക്കാണ് സമ്പർക്കം വഴി രോഗം. 38 കോവിഡ് രോഗികളുടെ ഉറവിടം വ്യക്തമല്ല. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗം കൂടുതലായി പടരുന്നതിൽ ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 70 വയസ്സിന് മുകളിലുള്ള 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇരിങ്ങാലക്കുടയ്ക്ക് പിന്നാലെ ചാലക്കുടി, കുന്നംകുളം, വടക്കാഞ്ചേരി ഭാഗങ്ങളിലും പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ KSC ക്ലസ്റ്ററിനും KLF ക്ലസ്റ്ററിനും പുറമെ 14 സമ്പർക്ക കേസുകൾ കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പട്ടാമ്പി മാർക്കറ്റിൽ നിന്നും മത്സ്യവില്പനക്കാരനിലൂടെയാണ് വടക്കാഞ്ചേരിയിൽ രോഗവ്യാപനം. ചാലക്കുടിയിൽ KSRTC ജീവനക്കാർക്കുൾപ്പെടെ രോഗം സ്ഥിരീകരിച്ചു. ശക്തൻ മാർക്കറ്റിലെ 2 ചുമട്ടുതൊഴിലാളികൾക്കും 1 ചുമട്ടുതൊഴിലാളിയുടെ ഭാര്യയ്ക്കും രോഗമുണ്ട്. ശക്തൻ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിലെ 4 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിലെ 21 ഡിവിഷൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16, 18, 20 വാർഡുകൾ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ്, ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡ് എന്നിവയാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. ന്യൂസ് 18 തൃശൂർ. എറണാകുളം ജില്ലയിൽ സമ്പർക്കം വഴിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച 70 പേരിൽ 64 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. കോവിഡ് ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ചെല്ലാനം പ്രദേശത്ത് വ്യാപനത്തോത് കുറഞ്ഞുവെങ്കിലും ആലുവ, കീഴ്മാട് പ്രദേശങ്ങളിൽ കേസുകൾ വർദ്ധിക്കുകയാണ്. രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ഇടുക്കിയുടെ കോവിഡ് വ്യാപന ആശങ്കകൾ കാക്കം കൂട്ടി തമിഴ്നാട്ടിൽ നിന്നും തോട്ടം തൊഴിലാളികൾ കാട്ടുവഴികളിലൂടെ എത്തുന്നു. അതിർത്തി പഞ്ചായത്തായ ശാന്തമ്പാറയിലേക്ക് ബോഡിമെട്ടിൽ നിന്നുള്ള ഊടുവഴികളിലൂടെയാണ് ആളുകൾ എത്തുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ ശാന്തമ്പാറയിലെ തോട്ടം മേഖലയിലേക്ക് 200-ഏറെ പേർ അനധികൃതമായി എത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ബോഡിമെട്ടിൽ നിന്ന് കാട്ടിലൂടെയുള്ള ഊടുവഴികളിലൂടെയാണ് തൊഴിലാളികൾ എത്തുന്നത്. വനം വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന നടക്കുന്നുണ്ട്. ഇവരുടെ കണ്ണുവെട്ടിച്ചാണ് തോട്ടം മേഖലയിലേക്ക് ആളുകൾ എത്തുന്നത്. നിലവിൽ തോട്ടങ്ങളിൽ തൊഴിലാളികൾ ഇല്ലാത്ത സാഹചര്യമായതിനാൽ ഈ വിവരം തോട്ടം ഉടമകൾ മറച്ചുവെക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പുലർത്തിയ ജാഗ്രതയാണ് അതിർത്തിയിലുള്ള ശാന്തമ്പാറ പഞ്ചായത്തിനെ കോവിഡ് മുക്തമാക്കി നിലനിർത്തിപ്പോന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പൂപ്പാറയിൽ ഒരു വ്യാപാരിക്കും ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. ഇവർക്ക് നിരവധി പേരുമായി സമ്പർക്കമുള്ളതും പ്രതിസന്ധിയായി തുടരുകയാണ്. ഇതിനിടയിലാണ് കാട്ടുപാതകളിലൂടെ ആളുകൾ തോട്ടം മേഖലയിലേക്ക് എത്തുന്നത്. തോട്ടം മേഖലയിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനയിൽ കുറവില്ല എന്ന മുഖ്യമന്ത്രി. കേരളത്തിൽ 36 പേരെ പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്നതാണ് എന്ന് കണക്കുകൾ. കോവിഡ് റിപ്പോർട്ടിംഗിൽ കേരളം രാജ്യത്ത് 2ാം സ്ഥാനത്താണ് എന്നാണ് റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടക്കുന്ന ആകെ പരിശോധനയും പോസിറ്റീവാകുന്ന കോവിഡ് രോഗികളുടെ എണ്ണവും താരതമ്യപ്പെടുത്തിയാണ് കേരളത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. രാജ്യത്ത് 12 പേരെ പരിശോധിക്കുമ്പോൾ ഒരാൾ പോസിറ്റീവാകുന്നു. എന്നാൽ കേരളത്തിൽ 36 പേരിൽ ഒരാളെന്ന നിലയിലാണ് പോസിറ്റീവാകുന്നത്. തിരുവനന്തപുരത്ത് 18 പേരെ പരിശോധിക്കുമ്പോൾ ഒരാൾ പോസിറ്റീവാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 18 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ പോസിറ്റീവാണ് എന്ന് കാണുന്നു. തീരദേശത്തിന് പുറമെ പാറശാല, കുന്നത്തുകാൽ, പട്ടം, പെരുങ്കിടവിള, ബാലരാമപുരം, കാട്ടാക്കട പ്രദേശങ്ങളിലും രോഗബാധ അധികരിച്ച് കാണുന്നുണ്ട്. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇപ്പോൾ 3-ന് അടുത്തെത്തി. ഇത് 2-ൽ താഴെ നിർത്തണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് ടെസ്റ്റുകളുടെ എണ്ണം ഇനിയും കൂട്ടേണ്ടതുണ്ട്. രാജ്യത്തെ കോവിഡ് റിപ്പോർട്ടിംഗിൽ കേരളത്തിന് 2ാം സ്ഥാനമുണ്ട്. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. കർണാടകയാണ് പട്ടികയിൽ 1ാമത്. ന്യൂസ് 18 തിരുവനന്തപുരം. അകലെയോ മക്ക, ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ മഹത്വം, ഒപ്പം ഇസ്മായിൽ നബിയുടെ സമർപ്പണത്തിന്റെയും. മനസ്സുകൊണ്ട് മക്കയിൽ വലിയ പെരുന്നാൾ പ്രത്യേക പരിപാടി. വ്യാഴാഴ്ച രാത്രി 9:30, വെള്ളിയാഴ്ച രാവിലെ 8:30, ഉച്ചയ്ക്ക് 12:30. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തയ്യാറായ ആലപ്പുഴ രൂപതയുടെ തീരുമാനത്തെ മുഖ്യമന്ത്രി അടക്കം നിരവധി പേർ പ്രശംസിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 2 മൃതദേഹങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തയ്യാറായ ആലപ്പുഴ രൂപതയുടെ തീരുമാനത്തെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. തീരുമാനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ച് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന്
ജില്ലാ ഭരണ സംവിധാനവും ആരോഗ്യ പ്രവർത്തകരും അതത് ഇടവകകൾക്ക് എല്ലാ സഹായങ്ങളും നൽകും. ആലപ്പുഴ രൂപതയുടേത് മാതൃകാപരമായ പ്രവൃത്തിയാണ്. സമൂഹത്തിൽ വളരെ മാറ്റമുണ്ടാക്കുന്ന തീരുമാനമെന്ന് ആലപ്പുഴ MP AM ആരിഫ് അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു. വലിയ ഒരു മാതൃകയാണ് ആലപ്പുഴ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ളവർക്കെല്ലാം മാതൃകയായ ഒരു തീരുമാനമാണ്, അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ്. തീർച്ചയായും എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. ആലപ്പുഴ മാരാരിക്കുളത്തെ 2 പള്ളികളിലായാണ് മൃതദേഹങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇടവക സെമിത്തേരിയിൽ ദഹിപ്പിച്ചത്. വെള്ളക്കെട്ടും മറ്റു പ്രാദേശിക പ്രശ്നങ്ങളും മൂലം സംസ്കാരം വൈകുന്ന സാഹചര്യത്തിലായിരുന്നു രൂപതയുടെ തീരുമാനം. ആലപ്പുഴ രൂപതയുടെ രൂപതാധ്യക്ഷൻ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ മൃതസംസ്കാര കർമ്മം ഈ രീതിയിൽ ദഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയത്. ഇന്നലെ മരിച്ച ത്രേസ്യാമ്മയുടെ മൃതദേഹം മാരാരിക്കുളം സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലാണ് സംസ്കരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിച്ച മൃതദേഹത്തിന് ദൂരപരിധി പാലിച്ചു തന്നെ വൈദികർ അന്ത്യശുശ്രൂഷ നൽകി. പിന്നീട് ഭൗതികാവശിഷ്ടം പെട്ടിയിലാക്കി കല്ലറയിൽ സംസ്കരിച്ചു. തുടർന്ന് കാട്ടൂർ സ്വദേശിയായ മറിയാമ്മയുടെ മൃതദേഹവും സംസ്കരിച്ചു. ജില്ലാ ഭരണകൂടവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു മാതൃകാപരമായ തീരുമാനം രൂപത സഭാവിശ്വാസികളെ അറിയിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ. 2020-21 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് പ്രവേശന നടപടികൾ. വൈകിട്ട് 5 മുതൽ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം. ഓഗസ്റ്റ് 14 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അധ്യാപകരെയും അനധ്യാപകരെയും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് താമസ സ്ഥലത്തിന് സമീപത്തുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി സമർപ്പിക്കാം. പ്രവേശനവുമായി ബന്ധപ്പെട്ട തുടർ നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. രാവിലെ 11 മണിക്കാണ് ഫലം പ്രസിദ്ധീകരിക്കുക. www.keralaresult.nic.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭിക്കും. +1-ൽ 4,38,825 വിദ്യാർത്ഥികളാണുള്ളത്. +2 പരീക്ഷാ ഫലം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ലോകത്ത് കോവിഡ് ബാധിതർ 1,68,00,000 മരണം 6,62,000 കടന്നു. 2,38,000-ത്തിലധികം പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ രോഗബാധിതർ 44 ലക്ഷം കടന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വൈറസ് വ്യാപനം വേഗത്തിലാവുകയാണ് എന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി. അതിനിടെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗത്തെ ചൊല്ലി US-ൽ വീണ്ടും വിവാദം ഉടലെടുക്കുകയാണ്. മരുന്ന് നിർദ്ദേശിച്ചത് താനായതിനാൽ മാത്രമാണ് ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളഞ്ഞത് എന്ന വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡ് ചികിത്സയ്ക്ക് മികച്ചതാണ് എന്ന ട്രംപിന്റെ മകന്റെ ട്വിറ്റർ നീക്കം ചെയ്തതിന് പിന്നാലെയാണ് വിമർശനം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തീരമേഖലയിൽ ഉയർന്ന തിരമാല സാധ്യതാ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് 2.3 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. റഫാൽ ഇന്നെത്തും. വ്യോമസേനയിലെ പുതിയ പോരാളിയായ റഫാൽ യുദ്ധവിമാനം ഇന്നെത്തും. ആകാശത്തും കരയിലുമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് യുദ്ധവിമാനം. പൈലറ്റുമാരിൽ ഒരാൾ മലയാളിയാണ്. സംഘർഷം തുടരുന്ന ലഡാക്ക് അതിർത്തിയിലാണ് റഫാൽ ആദ്യം വിന്യസിക്കുക. ഫ്രാൻസിൽ നിന്ന് തിങ്കളാഴ്ച യാത്ര തിരിച്ച 5 വിമാനങ്ങൾ 7000 കിലോമീറ്റർ താണ്ടിയാണ് ഹരിയാനയിലെ അംബാലയിൽ ഇന്ന് എത്തുക. അബുദാബിയിലെ അൽദ്രബ വ്യോമത്താവളത്തിൽ വിശ്രമിച്ച ശേഷമാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര. 1 സീറ്റുള്ള 3 വിമാനങ്ങളും ഇരട്ട സീറ്റുള്ള 2 വിമാനങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. മികച്ച റഡാർ സംവിധാനം, അത്യാധുനിക ഡിസ്പ്ലേ, ലോ ബാൻഡ് ജാമറുകൾ, അതിശൈത്യത്തിലും എഞ്ചിൻ പ്രവർത്തിപ്പിക്കാവുന്ന കോൾഡ് സ്റ്റാർട്ട് എന്നിവ റഫാലിനെ വേറിട്ടതാക്കുന്നു. 150 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുവിനെ ലക്ഷ്യം വെക്കാവുന്ന വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ മീറ്റിയോർ ആണ് മറ്റൊരു പ്രത്യേകത. 9.3 ടൺ ആയുധം വഹിക്കാൻ ശേഷിയുണ്ട്. 10 മണിക്കൂർ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിംഗ്,
ഇൻഫ്രാറെഡ് സെർച്ചിംഗ് സംവിധാനം എന്നിവയും യുദ്ധമുഖത്ത് റഫാലിനെ പ്രിയപ്പെട്ടതാക്കും. സ്വന്തം വ്യോമാതിർത്തിയിൽ നിന്ന് ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ കഴിയുന്ന സ്കാൽപ് ഡീപ്പ് സ്ട്രൈക്ക് മിസൈലാണ് റഫാലിൽ ഘടിപ്പിക്കുക. ആകാശത്ത് വച്ച മറ്റൊരു വിമാനത്തിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ കഴിയും എന്നതാണ് റഫാലിന്റെ സവിശേഷത. ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഫ്രഞ്ച് വ്യോമസേന ടാങ്കറിൽ നിന്നും ഇത്തരത്തിൽ ഇന്ധനം നിറച്ചിരുന്നു. വിമാനം പറത്താൻ പരിശീലനം നേടിയ 12 പൈലറ്റുമാരിൽ ഒരാൾ മലയാളിയാണ്. 59,000 കോടി രൂപയ്ക്ക് 36 റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ശേഷിക്കുന്ന യുദ്ധവിമാനങ്ങൾ അടുത്ത വർഷം അവസാനത്തോടെ എത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കടലാക്രമണം രൂക്ഷമായ തിരുവനന്തപുരം ശംഖുമുഖത്ത് പല പ്രദേശങ്ങളും കടലെടുത്ത നിലയിലാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദത്തിനായി തിരഞ്ഞെടുത്തിരുന്ന ഇടങ്ങൾ കടലാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. കടലാക്രമണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം തുടരുകയാണ്. നമ്മൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ഇവിടെ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് കടൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ തിരമാലകൾ പ്രദേശത്തും നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പുതിയതായി കൂടുതൽ വീടുകൾക്ക് കേടുപാടുണ്ടാവുകയും കൂടുതൽ വീടുകൾ തകരുന്ന സാഹചര്യമെല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബീച്ച് എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത്. ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി. റോഡിന്റെ ഭൂരിഭാഗവും കടലാക്രമണത്തിൽ തകർന്നു. ഇതോടെ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലുണ്ടായ കടലാക്രമണത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം പോലും ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കൂടുതലിടങ്ങൾ കടലെടുക്കുന്നത്. തീരപ്രദേശത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ശംഖുമുഖത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടങ്ങളായിരുന്ന ഇവിടങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വലിയ പരിശ്രമം തന്നെ വേണ്ടിവരുമെന്ന് ഉറപ്പാണ്. ശംഖുമുഖം ബീച്ചിൽ നിന്നും ക്യാമറമാൻ ഹരിക്കൊപ്പം SS ശരൺ, ന്യൂസ് 18. രാമായണ ശീലകളുടെ കർക്കടകം. രാമ 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 പാഹിമ. താപസവേഷത്തിൽ ജപമാലയുമായി രാജ്യം ഭരിച്ച ഭരതൻ. ആത്മീയ ഭാവത്തിലുള്ള ആ ഭരതനെയാണ് കണ്ണൂർ എളയാവൂർ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. സീതാരാമസ്വാമി ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാമപാദുകം പൂജിച്ച് നാടുഭരിച്ച ഭരതനാണ് എളയാവൂരിലെ പ്രതിഷ്ഠ. ശ്രീരാമൻ എങ്ങനെ വനത്തിലേക്ക് യാത്രയായോ അതേ വേഷത്തിൽ താപസ്വരൂപത്തിലാണ് ഭരതൻ ഇവിടെ. ഭരണനൈപുണ്യം ഋഷിഭാവത്തിലുമാകാം എന്ന ഇതിഹാസ കൽപ്പനയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. 3 തന്ത്രിമാർക്ക് ഒരുപോലെ താന്ത്രികാവകാശമുള്ള പുരാതന ക്ഷേത്രം. തരണനെല്ലൂർ, കാട്ടുമാടം, പാമ്പുമേക്കാട്ട് തന്ത്രിമാരാണ് ഇവിടെ താന്ത്രിക അവകാശികൾ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു അപൂർവതയുള്ളത് 3 തന്ത്രീശ്വരന്മാർ വാഴുന്ന ഒരു ക്ഷേത്രം. തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂരിപ്പാട്, കാട്ടുമാടത്ത് ഇളയടത്ത് ഈശാന്യ നമ്പൂരിപ്പാട്, പാമ്പമേക്കാട് ശ്രീധരൻ നമ്പൂരിപ്പാട്. ഈ 3 തന്ത്രീശ്വരന്മാരുടെയും സാന്നിധ്യമുള്ളൊരു ക്ഷേത്രമാണിത്. ഭരതപ്രതിഷ്ഠയ്ക്ക് പുറമെ അപൂർവ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനും ഇവിടെയുണ്ട്. അമ്പാടിക്കണ്ണൻ എന്ന ഉപദേവതാ ക്ഷേത്രം ശൈശവാവസ്ഥയിലുള്ള ശ്രീകൃഷ്ണ സങ്കല്പമാണ്. ഏകദേശം 989 വരെ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടത്തിയത്. ആ കാലഘട്ടത്തിലുണ്ടായ ഒരു അഷ്ടമംഗല പ്രശ്നത്തിലാണ് ഭരതസങ്കല്പമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശാലമായ ഊട്ടുപുര, പ്രസിദ്ധമായ ഇളയാവൂർ ക്ഷേത്രക്കുളം. ഇപ്പോൾ ധ്വജപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് ക്ഷേത്രം. ഒരുപാട് നിർമ്മാണ പ്രവൃത്തിയുണ്ട്. ഏകദേശം വലിയൊരു എമൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണീയതകളിൽ ഒന്നാണ് ഈ കുളം. കുട്ടികൾക്ക് കുളിക്കാൻ ആഴം കുറഞ്ഞ ഒരു ഭാഗവും കുളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. രാമ രാമ പാഹിമ.
സ്പോർട്സ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര 2-1 നേടിയ ഇംഗ്ലണ്ട്. നിർണായകമായ മൂന്നാം ടെസ്റ്റിൽ 269 റൺസിന്റെ ആധികാരിക വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത്. 399 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ വിൻഡീസ് 129 റൺസിന് ഓൾ ഔട്ടായി. ക്രിസ് വോക്സും 5 സ്റ്റുവർട്ട് ബ്രോഡ് 4 വിക്കറ്റ് വീഴ്ത്തി 32 റൺസ് എടുത്ത ഷായി ഹോപ്പാണ് ടോപ്പ് സ്കോറർ. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റും ആദ്യ ഇന്നിംഗ്സിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയും നേടിയ ബ്രോഡാണ് മാൻ ഓഫ് ദ മാച്ച്. ടെസ്റ്റിൽ 500 വിക്കറ്റ് നേടുന്ന 7ാമത്തെ താരമെന്ന റെക്കോർഡും ബ്രോഡ് സ്വന്തമാക്കി. വാളയാർ മാൻ പാർക്കിലെ പുതിയ അതിഥിയാണ് ഉമ്മുക്കുൽസു. 2 മാസം പ്രായമുള്ള ഈ കുസൃതി കുരുന്നാണ് ഇപ്പോൾ ഇവിടുത്തെ താരം. ഉമ്മുക്കുൽസുവിന് ഇവിടെ 2 അമ്മമാരുണ്ട്. ഉമ്മുക്കുൽസുവിനെയും അമ്മമാരെയും പരിചയപ്പെടാം. ഈ റിപ്പോർട്ടോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. രണ്ടു മാസം മുമ്പ് കാട്ടിൽ ആടുമേയ്ക്കാൻ പോയവരാണ് ഈ പുള്ളിമാൻ കുഞ്ഞിനെ വാളയാർ മാൻ പാർക്കിലെത്തിച്ചത്. അന്നു മുതൽ പാർക്കിലെ താൽക്കാലിക വാച്ചർമാരായ കരോലിയും റൂബിയും മാൻകുഞ്ഞിനെ പരിചരിച്ചു. പേരുമിട്ടു ഉമ്മുക്കുൽസു. ഉമ്മുക്കുൽസുവിന് പാലും പഴവും നൽകി. ചീകിയൊരുക്കി പൊട്ടുതൊട്ട് കഴുത്തിൽ മാലയിട്ട് കരോലിയും റൂബിയും മകളെപ്പോലെ, അല്ല മകളായി തന്നെ വളർന്നു. അവിടെ പൊന്തയിലോട്ട് പോകണ്ട, നിങ്ങൾ അടുത്തേ ഇരിക്കും, എല്ലാവരും പത്രം പോലെ നോക്കിയിരിക്കും അന്ന് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോകും. പുല്ല് വെട്ടാനും നമ്മളെ സമ്മതിക്കുക, വെറുതെ പിന്നാലെ വന്നിട്ട് കടിക്കും, ഇങ്ങനെയൊക്കെ മുട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ആട്ടാക്കാരനെ വിളിക്കി പറഞ്ഞിട്ട് ഫോണും ഇങ്ങനെ കൈ വെച്ചിട്ട് ആട്ടാക്കാരന്മാരുടെ പിടിച്ചു കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെ മാറിപ്പോയി നിൽക്കും. മാറിപ്പോയി അപ്പുറം പോയി മേയും. കരോലിയും റൂബിയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മുക്കുൽസുവിനെ പാർക്കിലെ മുറിയിലേക്ക് മാറ്റും. അവിടെ തീറ്റയും വെള്ളവും എടുത്തു വയ്ക്കും. വീട്ടിലെത്തിയാലും ഈ അമ്മമാരുടെ മനസ്സിൽ ഉമ്മുക്കുൽസുവാണ്. ഉമ്മക്കുൽസ് ആളില്ലാണ്ടിരുന്ന പാവ കുട്ടിയല്ലേ അങ്ങനെയെല്ലാം വിചാരിക്കും. ഉറക്കത്തിലൊക്കെ അങ്ങനെ വരും, ഉമ്മക്കുൽസ് വരുന്ന പോലെ എല്ലാം കാണും. പാർക്കിൽ 30ഓളം മാനുകളുണ്ട്. അവർക്കെല്ലാം ഈ അമ്മമാർ പേരിട്ടിട്ടുണ്ട്. ഉമ്മുക്കുൽസുവിന് 6 മാസം പ്രായമാകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് വിടും. അവരെയെല്ലാം പരിചരിച്ച് അമ്മമാരായി ഒപ്പമുണ്ടാകും കരോലിയും റൂബിയും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.